ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വൻപയർ അഥവാ വെള്ളപ്പയർ വെച്ചിട്ടൊരു അടിപൊളി സാമ്പാറാണ് കേട്ടോ. അപ്പോൾ പരിപ്പും പച്ചക്കറികളൊക്കെ നിറയെ ഇട്ടിട്ടുള്ള സാമ്പാർ കഴിച്ച് മടുത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള വെള്ളപ്പയറാണ് കേട്ടോ. ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 2 പഴുത്ത വലിയ തക്കാളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് കുക്കറൊക്കെ നിറച്ച് വെച്ച് ഒരു 4-5 വിസിലാവുന്നവരെ ഒന്ന് വേവിച്ച് വെള്ളപ്പയർ നല്ല രീതിക്ക് ഒന്ന് വെന്ത് ഉടഞ്ഞ് കുറുകി കിട്ടണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ തേങ്ങ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. കുറച്ച് തേങ്ങയുടെ ആവശ്യമുള്ളൂ കേട്ടോ. തേങ്ങ ഒന്നും ചേർക്കണ്ട, വെറും വെള്ളം മാത്രം ഒഴിച്ച് ഒന്ന് അരച്ചെടുത്താൽ മതി. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. ഒരു പിടി തേങ്ങ ഇട്ടതിനാവശ്യമുള്ളൂ. അപ്പോൾ കറി നല്ല കുറുക്കത്തിൽ കിട്ടും. വെള്ളപ്പയർ വെന്തുടഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കറിക്ക് നല്ല കുറുക്കായിരിക്കും. അപ്പോൾ തേങ്ങ ഒന്ന് ചെറിയ രീതിക്ക് കുറച്ച് തേങ്ങ മാത്രം ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും ചേർക്കണില്ല. ഈ പച്ചത്തേങ്ങ മാത്രം ഒന്ന് അരച്ചവിടെ മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ വെള്ളപ്പയർ ഇവിടെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ ഇതിൽ കിടന്ന് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചൊരക്കയാണ് കേട്ടോ. ഇവിടെ ചൊരക്കാന്നാണ് പറയുക, ചിരങ്ങാന്നും പറയും. അതാണ് തോലൊക്കെ കളഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ഇത്ര മാത്രമേ കേട്ടോ ചേർക്കണുള്ളൂ. ഇനി ഇത് ഒന്നുകൂടെ വേവിച്ചെടുക്കണം. ഈ ചിരങ്ങയൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഒരു വിസിലൊക്കെ അടുപ്പിച്ചാൽ മതിയാവും. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് അടുപ്പത്ത് വെച്ചു കേട്ടോ. അതവിടെ വേവട്ടെ. അപ്പോഴേക്കും നമുക്കിതിന് വറവ് തയ്യാറാക്കണം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ടെടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. പിന്നെ വെളുത്തുള്ളിയും ചെറിയ ജീരകം ഉണ്ടല്ലോ, നമ്മുടെ നല്ല ജീരകം, ആ ജീരകം കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തോ കേട്ടോ. വറ്റൽമുളക് വേണ്ടവർ അതും കൂടെ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തോ. കറിവേപ്പിലേക്കും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഈ ഉള്ളിയൊക്കെ ഒന്ന് എണ്ണയിൽ കിടന്ന് നല്ലപോലെ മുരിഞ്ഞ് വരട്ടെ കേട്ടോ. ഈ ഒരു സമയത്ത് നല്ലൊരു മണമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഇത് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളപ്പയറും ചിരങ്ങയും മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചെയ്തില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും കേട്ടോ. ഇനി സാമ്പാർ ഈ രീതിക്ക് വെച്ച ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് കരുതിയിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ആ വെള്ളപ്പയറിൻ്റെ കൂട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ വെള്ളപ്പയർ വെന്ത് ഇങ്ങനെ ഉടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കരണ്ടി വെച്ച് ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ. എല്ലാം ഒന്ന് ഉടഞ്ഞ് കിട്ടണ്ട, കുറച്ച് മാത്രം ഒന്ന് ഇങ്ങനെ ഒരതി ഉടച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ എല്ലാം നല്ലപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സാമ്പാർ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് സാമ്പാർ പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ആ അടുക്കള മുഴുവൻ നല്ല സാമ്പാറിൻ്റെ മണം വരും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി അതിലേക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ വെള്ളം മാത്രം ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്, ഒന്നും ചേർത്തിട്ടില്ല. അതിൽ കൂടെ ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇങ്ങോട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇത്രേ പണിയുള്ളൂ കേട്ടോ. സിമ്പിളല്ലേ ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഒരു വെറൈറ്റി കറി ആയില്ലേ, ടേസ്റ്റോട് കൂടി ഒരു വെറൈറ്റി കറി. അത് ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്താൽ എന്തായാലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായമൊക്കെ പറയൂ കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഇനിയുള്ള കറികളൊക്കെ ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കൂ കേട്ടോ. അപ്പോൾ ഞാനിടുന്ന റെസിപ്പീസൊക്കെ വരും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.